ഞാൻ ഇന്നുള്ളത് തമിഴ്നാട് കോയമ്പത്തൂരുള്ള BSD കോളേജിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മൾ കുറെ കോളേജസ് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് BSD കോളേജിൽ എത്തിയിരിക്കുന്നത്. BSD കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് വിച്ച് മീൻസ് പാരാമെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. സോ പാരാമെഡിക്കൽ മാത്രം പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും, മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ ക്ലാസ്സസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ BSD കോളേജ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന MGR യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള കോളേജാണ് കേട്ടോ. സോ അപ്രൂവലും കാര്യങ്ങളും ഒന്നും ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് BSD കോളേജ് എന്ന് പറയുന്നത്. ഇവിടെ പാരാമെഡിക്കൽ കോഴ്സിൽ BSc OT and AT, BSc MIT വിച്ച് മീൻസ് BSc റേഡിയോളജി ആൻഡ് റേഡിയോഗ്രാഫി, BSc MLT, BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ദെൻ BSc കാർഡിയാക് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 year പ്ലസ് 1 year ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് BSD കോളേജിന്റെ തന്നെ ഓൺ ഹോസ്പിറ്റലാണ്. അത്യാവശ്യം നല്ല ബെഡ് സ്പേസും പേഷ്യൻസ് ഫ്ലോയും ഉള്ള ഒരു ക്യാമ്പസ് ആണ് നമ്മുടെ BSD കോളേജ് എന്ന് പറയുന്നത്. കറന്റ്ലി മലയാളി സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് BSD കോളേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്യാമ്പസിന്റെ അകമൊക്കെ ഒന്ന് നടന്നു കണ്ടാലോ. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് BSD കോളേജിന്റെ ഫ്രണ്ട് പോർഷനിലാണ്, അതായത് പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് ഫ്രണ്ട് പോർഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. അതായത് കോളേജിനുള്ളിൽ തന്നെ ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതിൽ നമുക്ക് പോകുന്ന വഴി ബോയ്സിന്റെ ഹോസ്റ്റൽ കാണാനായിട്ട് പറ്റും. അകത്ത് കയറാൻ പറ്റില്ല എങ്കിലും പുറത്തുനിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് കേട്ടോ. സോ നമുക്ക് ക്യാമ്പസ് ഒക്കെ ഒന്ന് കാണാം. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് തന്നെയല്ല ഗൈസ്, ഇവിടെ ഇന്ന് നമ്മളിവിടെ വിസിറ്റിന് വന്ന ദിവസം ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മലയാളി സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ പ്രോഗ്രാംസും ഈക്വൽ ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. അതായത് കുട്ടികളെ ഒത്തിരി സ്ട്രെസ്ഡ് ആക്കാതെ ഈക്വൽ ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. വളരെ ഫ്രീ ആയിട്ട് ഏത് കോഴ്സ് ആണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് BSD കോളേജ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ക്യാമ്പസ് ലൈഫിന് പുറമെ നല്ല ക്ലിനിക്കൽ പ്രാക്ടീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കോളേജാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ BSD കോളേജ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ കോയമ്പത്തൂർ. റൈറ്റ് സൈഡിൽ നമുക്ക് എൻട്രി കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ നമുക്ക് വലിയൊരു ഗ്രൗണ്ട് ഒക്കെ കാണാനായിട്ട് പറ്റും. പ്ലേ ഗ്രൗണ്ട് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ വെയിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ, കേരളത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെയിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ മാക്സിമം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ അക്കാദമിക് ബ്ലോക്ക് വരുന്നത്. അതായത് പാരാമെഡിക്കൽ കോഴ്സുകളുടെ പാരാമെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിന്റെ അക്കാദമിക് ബ്ലോക്ക് വരുന്നത് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ ഈ നടന്നു പോകുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഹോസ്റ്റൽ കാണാനായിട്ട് പറ്റും. ബോയ്സിന്റെ ഹോസ്റ്റൽ ഇതാണ് വരുന്നത്. അതായത് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ജസ്റ്റ് ഒരു 10 അടി മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലാന്ന് പറയാം ഗൈസ്. അത്രയും ഇതേ ഡിസ്റ്റൻസേ ഉള്ളൂ. ദെൻ നമ്മുടെ ബ്ലോക്കിന്റെ ബോർഡാണിത്. നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന BSD കോളേജിന്റെ അക്കാദമിക് ബ്ലോക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ബ്ലോക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അത് കൂടാതെ മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. പോകുന്ന ടൈമിൽ ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാം റിലേറ്റ് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. പ്രോഗ്രാം കാണുന്നതിനായിട്ട് ഹാളിലേക്കാണ് പോകുന്നത്. നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം സ്റ്റുഡൻസും എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കാണാൻ പറ്റുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ യൂണിഫോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫറെന്റ് യൂണിഫോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റൈറ്റ് സൈഡൊക്കെ നല്ല നീറ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിനാണെങ്കിലും മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസിന് വളരെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഏവിയേഷൻ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് പൈലറ്റ് ഒക്കെ ധരിക്കുന്ന തരത്തിലുള്ള യൂണിഫോംസ് ഒക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യൂണിഫോമിനെ പറ്റി ചോദിച്ചത് സ്റ്റുഡൻസിനോട്. അപ്പോഴാണ് സ്റ്റുഡൻസ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് യൂണിഫോം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ദെൻ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ മലയാളി സ്റ്റുഡൻസുമായിട്ടൊക്കെ കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റീച്ചബിലിറ്റി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. കറന്റ്ലി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു 50% കൂടുതൽ സ്റ്റുഡൻസ് മലയാളികൾ തന്നെയാണ്. ദെൻ ഗൈസ്, ഇതാണ് നമ്മുടെ BSD കോളേജിന്റെ പാരാമെഡിക്കൽ ബ്ലോക്കിന്റെ, അതായത് അക്കാദമിക് ബ്ലോക്കിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് യൂണിഫോം ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവാനായിട്ട് പറ്റൂ കേട്ടോ. ഞാൻ ഈ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞത്. ദെൻ ഇവിടെയാണ് അക്കാദമിക് ബ്ലോക്ക് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആയിട്ട് ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മാക്സിമം പറ്റുമെങ്കിൽ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. ദെൻ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്
റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സ്റ്റാഫ് റൂംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇത് നമുക്ക് ക്ലാസ് ഈ ഒരു അക്കാദമിക് ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ ഓഡിറ്റോറിയംസ് വരുന്നുണ്ട്, ലൈബ്രറീസ് വരുന്നുണ്ട്, ലെക്ചർ ഹാൾസ് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ നടുക്ക് ഭാഗമായിട്ട് അവര് ജസ്റ്റ് ഒരു ഗ്രീനി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല ഫ്രഷ് എയറിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും, നല്ല സ്റ്റുഡൻസിന് തന്നെ ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ക്യാമ്പസ് ആണെങ്കിൽ നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് പഠിക്കാനും വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ദെൻ പാരാമെഡിക്കൽ കോഴ്സസ് മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ട് സ്റ്റുഡൻസിന് ഫാക്കൽറ്റീസ് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ദെൻ ഗൈസ്, ഇതാണ് ഒരു ക്ലാസ് റൂം വരുന്നത്. ക്ലാസ്സസ് റണ്ണിങ് ആയിരുന്നു. ചില ക്ലാസ് റൂമിലൊക്കെ ഞാൻ വിസിറ്റ് ചെയ്ത ടൈമിൽ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, ചില ടൈമിൽ ഫ്രീ ടൈം ആയിരുന്നു. ഇപ്പൊ ലൈബ്രറി ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ലാബാണ് കേട്ടോ, സ്റ്റുഡൻസിന്റെ ഒരു ലാബാണ്. ഇങ്ങനെ കുറെ ലാബ്സ് ഇവിടെ ഉണ്ട്, ഞാൻ പറ്റുന്നത്ര മാക്സിമം ഷോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദെൻ വരുന്നത് ഒരു ക്ലാസ് റൂമാണ്. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ക്ലാസ് റൂംസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോ വന്നപ്പോൾ ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് ലാബിലേക്ക് പോകുമായിരുന്നു. ദെൻ വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ക്ലാസ് ആണ് കേട്ടോ. ഇവിടെ ക്ലാസ് റണ്ണിങ് ആയിരുന്നു. ജസ്റ്റ് സ്റ്റുഡൻസ് കുറച്ചു പേരുണ്ടായിരുന്നു, കുറച്ചു പേര് ലാബിലായിരുന്നു. ഫാക്കൽറ്റി നമുക്കൊരു സാറും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ക്ലാസ് റൂംസ്, സ്റ്റാഫ് റൂംസ്, ഓഡിറ്റോറിയം ഒക്കെയാണ് വരുന്നത്. ദെൻ ഗ്രൗണ്ട് ഫ്ലോറിൽ. ദെൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ലാബ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കാണുന്നത് പ്രിൻസിപ്പലിന്റെ ഓഫീസാണ് കേട്ടോ. BSD കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ ഓഫീസാണ് ഈ കാണുന്നത്. ദെൻ നമുക്ക് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂംസ് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. സോ ഗൈസ്, നമ്മുടെ ക്യാമ്പസ് ഒക്കെ കണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആഫ്റ്റർ +2 പാരാമെഡിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടൊരു എബോവ് ആവറേജ് കോളേജ് തമിഴ്നാട് കോയമ്പത്തൂരാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതും MGR യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള ഒരു ക്യാമ്പസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ് ആണ് BSD കോളേജ് എന്ന് പറയുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അഡ്മിഷൻ പ്രൊസീജിയർ അറിയുന്നതിനും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.